ലോകേഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ്. ലോകേഷിൻ്റെ സിനിമയിലേക്ക് വിളി വന്നിരുന്നോ? കൂലിയിലേക്ക്? കൂലിയിലേക്കല്ല, കൈദിയിലേക്ക് സെക്കൻഡിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അത് കുറെ മുന്നേ തന്നെ പറഞ്ഞു വെച്ചതാണ്. കൈദിയിലെ ഫസ്റ്റിലെ ക്യാരക്ടറിന്റെ തുടർച്ചയാണല്ലോ. എന്താ നീ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോന്ന് എനിക്കറിയില്ല. തമിഴ് സംവിധായകർക്കും തെലുങ്ക് സംവിധായകർക്കും ആയുഷ് പാരഡി എന്താ ഇത്ര ഇഷ്ടം എന്ന് ആലോചിച്ചിട്ടുണ്ട്? അത് എന്താണെന്ന് അറിയില്ല. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, സത്യം. അതുകൊണ്ടാണല്ലോ നമ്മളവിടെ നിൽക്കുന്നത്, ഭക്ഷണം കഴിച്ച് പോകുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ തമിഴ് സിനിമ കൊണ്ടും മലയാള സിനിമ തെലുങ്ക് സിനിമകളെ കൊണ്ട് തന്നെയാണ് ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്നത്. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അവർ തന്നെ അതൊരു സമയത്ത് സംഭവിച്ചതുമാണ്. അതിൻ്റെ തുടർച്ചകൾ നിരന്തരമായിട്ട് അവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മലയാളികൾ ചർച്ച ചെയ്യുന്ന വലിയ സിനിമകൾ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ബമ്പർ പോലെയൊക്കെയുള്ള ഇവിടെ വരാത്ത സിനിമകളും ഉണ്ട്. ഇഷ്ടംപോലെ ഇവിടെ റിലീസാവാതെ അവിടെ മാത്രം റിലീസാവുന്ന ചെറിയ സിനിമകളും വലിയ സിനിമകളും ഒക്കെ ഉണ്ട്. മലയാളികൾ ചർച്ച ചെയ്യുക ഒരു വിജയ് സേതുപതിയോ ഒരു അഭിനയിക്കുന്ന നല്ല വിജയോ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതല്ലാത്ത കുറേ ആക്ടേഴ്സിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഹിന്ദിയിലുള്ള കുറേ നമ്മളെ സിനിമകൾ മുഴുവൻ ഹിന്ദിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഹിന്ദി ഓഫേഴ്സൊക്കെ വന്നു തുടങ്ങുന്നു. സംഭവിക്കുകയാണെങ്കിൽ പറയാം, തീർച്ചയായിട്ടും ഞാൻ പറയാം. ദാസേൻ്റെ സൈക്കിളിന് ശേഷവും സിനിമ വരുന്നുണ്ട്, പ്രൊഡക്ഷനിലേക്ക് ഇനിയും നോക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം മൂന്നാമത്തെ സിനിമ, അതായത് ഐശ്വര്യതി ദാസേൻ്റെ സൈക്കിൾ, മൂന്നാമത്തെ സിനിമ ഏത് സ്വഭാവത്തിലുള്ളതായിരിക്കും? മൂന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞത് നമ്മളെ മരിച്ചുപോയ നാടകകൃത്ത് എ ശാന്തകുമാർ, അതിൻ്റെ നിസ്മരണത്താലാണല്ലോ ഞാൻ സംഭവം ഉണ്ടായത്. ആ ശാന്തകുമാറിൻ്റെ മരണക്കിടക്കയിൽ നിന്ന് അദ്ദേഹം ക്ലൈമാക്സ് എഴുതി തന്ന സ്ക്രിപ്റ്റാണത്. മധുരക്കണക്ക് എന്നാണ് ആ സിനിമയുടെ പേര്. അതിൽ കുറച്ച് ആർട്ടിസ്റ്റുകൾ അധികമുള്ള സിനിമയാണ്. ഇന്ദ്രൻ സേട്ടനുണ്ട്, ഹരീഷ് കണാരനുണ്ട്, നമ്മുടെ സെന്തിലുണ്ട്, നിഷാസാരംഗുണ്ട്, ഒരുപാട് പുതിയ വിട്ട കുട്ടികളൊക്കെ ഉണ്ട്. എൻ്റെ മൂത്താൾ വിഷ്ണു അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു സിനിമയാണ്. അത് ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ്. അതും അധികം താമസിയാതെ തന്നെ വരും. മലയാളത്തിൽ ദാസേൻ്റെ സൈക്കിൾ അല്ലാതെ എന്തെങ്കിലും സിനിമ സംഭവിക്കുന്നുണ്ടോ? പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം അഭിനയിക്കുന്നുണ്ട്. ഞാൻ നിലമ്പൂരിലേക്ക് പോകുന്ന ഒരു പുതിയ സിനിമയ്ക്കാണ് നാളെ പോകുന്നത്. ഒരു പുതിയ സിനിമയാണ്. പിന്നെ വേറെ സിനിമകളുണ്ട്, അതൊക്കെ ഒരു ഇതായിട്ടുള്ള സിനിമയാണ്. ഈ സ്വഭാവ നടന്മാരുടെ അഭാവമുണ്ട് ഇപ്പോൾ പൊതുവിൽ എന്ന് ചർച്ച ഉയരുന്നുണ്ട്. ഹരീഷ് ചേട്ടനെ പോലുള്ളവരിവിടെ നിലനിൽക്കുന്നുണ്ട്. ശരിക്കും സ്വഭാവ നടന്മാരുടെ ഒരു അഭാവം ഉണ്ടോ? നമുക്ക് ഒടുവിലിനെ പോലെ, നെടുമുടി വേണുവിനെ പോലെ, പപ്പുവിനെ പോലുള്ള നടന്മാരുടെ അഭാവം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അത് എല്ലാ കാലത്തും പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ടല്ലോ അങ്ങനെ. പക്ഷെ അവരൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ശരിക്കും വേണ്ട രീതിയിൽ സ്വഭാവ നടന്മാരെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആ പഴയ പേരുകളിൽ തന്നെ ഇങ്ങനെ നിർത്തുകയാണ്. അന്ന് സത്യനന്ദിക്കാടിനെ പോലെയുള്ള സംവിധായകർ, പ്രിയദർശനെ പോലുള്ള സംവിധായകർ, അങ്ങനെയൊക്കെയുള്ളവർ ധാരാളം ഉപയോഗിച്ചിരുന്നവരെ. അവരൊക്കെ മാക്സിമം അവരുടെ ലെവലുകൾ എടുക്കാൻ പറ്റിയിരുന്നു. ആ രീതിയിൽ ഇപ്പം നടക്കുന്നില്ല എന്നുള്ള സംഭവമാണ്. ഈ ഒരു സിനിമയുടെ റോളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ നടന്മാർ ചെയ്യാത്ത ഒരു മാനസിക തയ്യാറെടുപ്പ് കൂടി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓളവും തെരുവും ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിനിമയിലെ പ്രധാന വേഷം അഭിനയിച്ച ജോസ് പ്രകാശിൻ്റെ കല്ലറയിൽ പോയി മൗനാനുവാദം വാങ്ങിച്ചിട്ടാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ലെഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു പിടി മണ്ണെടുത്ത് അത് തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ ചെയ്തതുകൊണ്ട് ശരിക്കും എന്തെങ്കിലും ഗുണകരമായി നടക്കുന്നുണ്ടോ? അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? ചോദ്യങ്ങൾ വന്നിട്ടില്ല ശരിക്കും. അതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. ഈ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരാനുള്ള ഇഷ്ടം അതാണ്. ഞാനെനിക്ക് വിഷ്ണുവിനെയൊക്കെ കാണുമ്പോൾ സന്തോഷം. ഒക്കെ ചോദിക്കുന്നത് വിഷ്ണു അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അങ്ങനെ ചോദിക്കുന്നവർ. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ചോദിക്കണം. അങ്ങനെ തയ്യാറെടുക്കേണ്ടതൊക്കെ ഉണ്ടോ? അതായത് ഇപ്പം എൻ്റെ അറിവിൽ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ പുസ്തകം വായിക്കുക, ശരീരഭാരം കൂട്ടുക, കുറയ്ക്കുക, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തയ്യാറെടുപ്പുകളെ പറ്റി ആളുകൾ പറയണ കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനത്തെ, അതായത് അഭിനയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭൗതികമായ വ്യായാമം മാത്രമല്ല. നിങ്ങൾ തടി കൂട്ടലും കുറയ്ക്കലും അതൊക്കെ വേണം, ഇല്ല എന്നല്ല പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് ആത്മീയമായൊരു വ്യായാമമുണ്ട്. ആ ആത്മീയമായ വ്യായാമങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. അതിലേക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട്, റൂട്ടുകളുണ്ട്. ആ കഥാപാത്രം പിന്നെ നമ്മൾ തിരിച്ചറിയാൻ ഒരുപാട് പണികളുണ്ട്. ടെക്സ്റ്റിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണം. നാടക ഭാഷയിൽ പറയുകയാണെങ്കിൽ കാട് കയറുക എന്നാണ് പറയുക. കാട് കയറുമ്പം മാത്രമേ എന്തെങ്കിലും ചുള്ളിക്കൊമ്പുകൾ നമുക്ക് കിട്ടുള്ളൂ. അത് വെച്ചിട്ട് വേണം ഇവിടെ വന്ന് തീക്കൂട്ടാൻ. എന്നിട്ട് വേണം അത് കത്തിച്ച് എന്തോ നോക്കാൻ. അങ്ങനെയാണ് സാധനം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഈ കിട്ടുന്ന സ്ക്രിപ്റ്റിൽ എല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുന്ന സാധനം പൊട്ടത്തരമാണ്. സ്ക്രിപ്റ്റിൻ്റെ വരികൾക്കിടയിലും പിന്നാമ്പുറങ്ങളിലൊക്കെ നിരവധി സാധനങ്ങളുണ്ടാവും. അത് ഈ സ്ക്രിപ്റ്റിൽ തന്നെ എവിടെയോ ഒരു സ്ഥലത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കണ്ടെത്തണം ആദ്യം. അത് കണ്ടെത്തുമ്പോൾ മാത്രമേ
അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള റൂട്ട് തുറന്നു കിട്ടുന്നു. ആ വഴി കാടിൽ ഇങ്ങനെ മാറ്റി മാറ്റി ചുള്ളിക്കൊമ്പുകൾ തേടി പോകാനുള്ള വഴി തുറന്നു കിട്ടുന്നു. അങ്ങനെ തേടി പോകണോ? അത് അത്ര ആത്മീയമായ വ്യായാമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം ജോസ് പ്രകാശ് സാറിനെ പോലെ ഒരു മനുഷ്യനെ നമ്മൾ പോയി നിൽക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഒരു വല്ലാത്ത ഒരു തരം ഞാനും ആ മനുഷ്യനും തമ്മിൽ നടക്കുന്ന വല്ലാത്തൊരു ബന്ധമുണ്ട്. അദ്ദേഹം നേരിട്ട് എൻ്റെ മുന്നിൽ കിടക്കുകയല്ലല്ലോ, അദ്ദേഹം ഞാൻ ചെയ്യാൻ പോണെന്ന് അറിയുന്നില്ലല്ലോ, അങ്ങനെയൊന്നും ആ രീതിയിലല്ല. ലോജിക്കൊന്നുമില്ലല്ലോ. ആ ലോജിക്കൽ വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല. ഇത് വേറെ തരം പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രത്തിന് വേണ്ടി ആ കഥാപാത്രമായിട്ട് മാറാനുള്ള ഒരു നോട്ടമാണത്. ഒരു മനസ്സ് മുഴുവൻ സമർപ്പിച്ചുള്ള ആ ഭൂമിക്ക്, ആ കലറയിലേക്കുള്ള നോട്ടമാണത്. അത് മതി, അതാണ് വേണ്ടത്. ഒട്ടും പ്രിപ്പയർ ചെയ്യാത്ത മോഹൻലാലും ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന ഹരീഷ് പെരടി, ആ കോമ്പിനേഷൻ എങ്ങനെ വർക്കാവും? അത് ഞാൻ ലാലേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് പഠിക്കുക, മറക്കുക, ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് പുള്ളിയുടെ. ഞാൻ മനസ്സിലാക്കി അദ്ദേഹം അത് അപ്പോഴും അദ്ദേഹത്തെ മുന്നിലിരുത്തിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സമ്മതിച്ചിട്ടുണ്ടത്, പക്ഷെ അത് മുഴുവനായി സമ്മതിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ആ രീതിയിലാണ്. പിന്നെ ഒരുപാട് വേറെ വേറെ രീതികളല്ലേ, ഓരോരോ രീതികളല്ലേ. ഏതാണ് ശരി തെറ്റെന്നൊന്നുമില്ല, എല്ലാം ഈ ഓരോരോ വഴികളാണ്. ഇപ്പം ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പല വഴികളും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച ട്രാഫിക് ഏറ്റവും അധികം ഉണ്ടാകുന്ന സമയത്ത് ഗൂഗിൾ മറ്റൊരു വഴി പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ആ വഴിയിലൂടെ പുതുതായിട്ട് പോകുന്ന ഒരു ഇയാൾ പറയും, അയ്യോ ഇതിൽ പോകാൻ പറ്റില്ല കേട്ടോ, ഇതിൽ നമ്മളെ കാറ് പോകില്ല കേട്ടോ, നമ്മളെ കാറ് വലിയ കാറല്ലേ, എങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവല്ല, ഈ വഴി ഒരു പഴയ വഴിയാണ്, ഇത് കുറച്ചൊരു വഴിയാണ്, പക്ഷെ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റും. മറ്റേ വഴി പിന്നെ ഉണ്ടാക്കിയൊരു വഴിയാണ്, അവിടെ പോയാലും ഇവിടെ എത്താം, രണ്ട് വഴികളിലൂടെ എത്താം. ഏത് വഴി തിരിക്കണം എന്നൊക്കെയുള്ള നിങ്ങളെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. ഇപ്പോൾ എനിക്കൊന്ന് ലാലേട്ടൻ എന്നുള്ള നടന് ഹരീഷ് പെരടി എന്നുള്ള നടനെ കൂടി വലിയ വിശ്വാസമുണ്ട്. കാരണം അല്ലെങ്കിൽ അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന ഒരു ഫൈറ്റിൽ അത്രയും വിശ്വാസത്തോട് കൂടിയിട്ട് ആ സ്പോട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഹരീഷ് ഏട്ടനെ ഉൾപ്പെടുത്തുക? അദ്ദേഹത്തിന് ആ ഒരു രീതിയിലുള്ള വിശ്വാസം കൂടി വേണ്ടേ? അങ്ങനെ ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു വിശ്വാസം പിടിച്ചു പറ്റാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു അഷുറൻസ് ഉണ്ട് ഹരീഷ് പെരടിയിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരു അഭിനേതാവ് അദ്ദേഹം നേരിട്ട് ഇങ്ങനെ അരീഷൻ്റെ ആൾ അങ്ങനെ പറഞ്ഞു പ്രകടിപ്പിച്ചില്ല. പക്ഷെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. മലയക്കോട്ടെ വാലിബന്റെ സമയത്ത് കൃത്യമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, അല്ല ഇങ്ങനെയാണെന്ന് അങ്ങനെ അദ്ദേഹം ലാലേട്ടൻ അധികാരെ പറ്റി പറയുക. പക്ഷെ അതിലപ്പുറം അദ്ദേഹത്തിൻ്റെ അഭിനേതാവും എൻ്റെ അഭിനേതാവും തമ്മിലുള്ള നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് നമുക്ക് മറ്റൊരാളോട് കിട്ടും, ഒരു അഭിനേതാവിനോട് കിട്ടും. അത് എവിടെ വെച്ചാൽ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു പ്രത്യേക മൂമെൻറ്റിൽ നമ്മൾ ഒന്നിച്ച്, പ്രത്യേകിച്ച് കോമ്പിനേഷൻ സീൻസൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അഭിനയം എന്ന് പറയുന്നൊരു ഭാഷയാണല്ലോ, ആ ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടല്ലോ. ആ ഗ്രാമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ മറ്റേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഗ്രാമർ ഇല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. സാധാരണ ഭാഷകൾ തന്നെ അല്ല, അയാൾക്കത് ആ ഭാഷ അറിയില്ല എന്നാണ് നമ്മൾ പറയാം. അങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വേർഡ്സൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ചില സാധനങ്ങൾ. അപ്പോൾ അയാൾ പറഞ്ഞ ഇതാണെന്ന് മനസ്സിലാക്കിയെടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അയാൾക്ക് കുറച്ചുകൂടി ഗ്രാമർ അറിയുന്ന ഒരാളാണ് എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. ആ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾക്കേ അത് അറിയാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് കേൾക്കുന്ന ആൾക്കത് മനസ്സിലാവില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ലാലേട്ടനും ഞാനും തമ്മിൽ മാത്രമല്ല, അഭിനയം എന്ന ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് അത് മറ്റൊരാളെ പുതുമുഖമാണെങ്കിൽ പോലും തിരിച്ചറിയാൻ പറ്റും. അത് ചെയ്തോളും എന്ന് പറയാൻ പറ്റും. ഈ ഇപ്പോൾ പലരും ശ്രീ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുമ്പോഴും അദ്ദേഹത്തിനേക്കാൾ പ്രായം കുറഞ്ഞവർ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുമ്പോൾ കണ്ടുള്ള ഒരു പൊതു സ്വഭാവം, എവിടെയൊക്കെ അദ്ദേഹത്തിന് ഒരു ബഹുമാനത്തോടുള്ള സ്നേഹം സ്ക്രീനിലേക്കും അത് പകരുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റിയൽ ലൈഫിലല്ല ഞാൻ പറയുന്നത്, ആ സീൻ നടക്കുമ്പോഴും അവിടെ ആ ഒരു രീതിയിലുള്ളൊരു ബഹുമാനം ചിലപ്പോൾ അത് കഥാപാത്രം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ പോലും ഞാനത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ആ അഭിനേതാക്കൾക്ക് അറിഞ്ഞോ അറിയാതെ സബ് കോൺഷ്യസ്ലി നടക്കുന്നതാണ്. എന്നാൽ വർഷത്തിൽ ഹരീഷ് പെരടിയിൽ അതൊരു തരിമ്പ് പോലുമില്ല, മുഴുവൻ സമയവും ചേട്ടനാണ്. അതത്ര എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലോ. കാരണം സത്യൻ മാഷ് കഴിഞ്ഞു, ജയൻ വന്നു, അതിനുശേഷം ആരാധിക്കുന്ന ഒരാളും കൂടിയാണ്, അയാളുടെയും കൂടി ചേട്ടനായിട്ടാണ് എത്തുന്നത്. ഈ ആരാധന ബ്രേക്ക് ചെയ്യാൻ അന്ന് എളുപ്പമായിരുന്നു. അത് നമ്മൾ നാടകം പഠിച്ചിട്ട് വരുന്നതാണല്ലോ. അതായത് നേരത്തെ പറഞ്ഞ ഭാഷ പഠിച്ചിട്ട് വരുന്നതാണല്ലോ. ആ സമയത്ത് അത് പ്രശ്നം വരില്ല. പഠിച്ചിട്ട് വരുന്നവർക്ക് അത് പ്രോബ്ലം വരില്ല. കാരണം നമ്മൾ ആരാധനയൊക്കെ ഉണ്ടായിരുന്നൊക്കെ സത്യം തന്നെ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ക്യാരക്ടർ മാത്രമാണ്, ആ കഥാപാത്രം മാത്രമാണ് സംസാരിക്കുക. അയാളുടെ ബോഡി ലാംഗ്വേജ് അയാളാണ് സംസാരിക്കുക. അവിടെ പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും സത്യനൊന്നുമില്ല.
ഹരീഷൊന്നുമില്ല. അവിടെ 2 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഏട്ടനും അനുജനും, ഒരു ഏട്ടനും ഒരു അനുജനും തമ്മിൽ. അപ്പോൾ അനുജൻ്റെ പ്രത്യേകമായ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് ഏട്ടൻ എങ്ങനെ പ്രതികരിക്കും, എന്താണ് അനുജന് വളരെ താങ്ങും തണലുമായി നിന്നൊരു ഏട്ടൻ, അത് മാത്രമേ ഉള്ളൂ. ആ ഏട്ടനെ മാത്രമേ മനസ്സിൽ വെക്കാറുള്ളൂ. അത് കഴിഞ്ഞ് കട്ട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് മമ്മൂക്കയാണ്, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹത്തോട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ പെരുമാറുള്ളൂ, അതിലൊന്നും മാറ്റമില്ല. പണ്ടത്തെ മമ്മൂട്ടി ആരാധകർ ഇന്നത്തെ മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പുകളെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? അദ്ദേഹം ഇപ്പോൾ കുറച്ചുകൂടി നല്ല നല്ല തിരഞ്ഞെടുപ്പുകളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സ്വന്തമായിട്ട് ഉള്ള സിനിമകൾ, എനിക്ക് തോന്നുന്നു ചില വാർത്തയ്ക്ക് കാലത്ത് ചില ആളുകൾ ഉണ്ടാവില്ലേ, റിട്ടയർമെൻറ്റിന് ശേഷം ടൂർ പോകുക എന്നൊക്കെ പറയില്ലേ, പിന്നെ യാത്ര ഞാൻ ആസ്വദിക്കുന്നൊക്കെ പറഞ്ഞു, അതേപോലെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇപ്പോൾ മൂപ്പര് അഭിനയത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് അങ്ങോട്ട് ആഘോഷിച്ച് തിമർക്കുക തോന്നുന്നുണ്ട്. അതിൽ എന്നെ കൂടെ കൂട്ടിയൊന്നുമില്ല ഇപ്പോൾ അടുത്ത കാലത്തൊന്നായിട്ട്. അതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ കൂടെ കൂട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ യാത്രയിൽ പങ്കെടുപ്പിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സംവിധാനം ആ സ്വപ്നം ഇപ്പോൾ പൂവണിയും? സംവിധാനം പെട്ടെന്നില്ല. അത് തമിഴിലായിരിക്കും, അത് മലയാളത്തിലായിരിക്കും, അത് അറിയില്ല. സംവിധാനം പെട്ടെന്നില്ല. പക്ഷെ അതിൻ്റെ മുന്നേ വേറെ കുറച്ച് പണികൾ മാതാവ് അല്ലാത്ത ആയ പോലെ തന്നെ വേറെ കുറച്ച് പരിപാടികളിലേക്ക് കിടക്കും. അത് അടുത്ത വർഷത്തിലേക്ക്, ഈ വർഷം അടുത്ത വർഷം കഴിഞ്ഞു. ഈ പടത്തിൻ്റെ ആദ്യ പോസ്റ്റർ ഷെയർ ചെയ്തത് MA ബേബിയാണ്. അതിന് അദ്ദേഹം വിശദീകരണം കൊടുക്കേണ്ട വന്നു പാർട്ടിക്ക്. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു? അത് ബേബിയായിട്ട് മാത്രമല്ല, സതീഷ് ചേട്ടൻ ചെയ്തു, പ്രതിപക്ഷ നേതാവ് ചെയ്തു, സുരേന്ദ്രൻ ചെയ്തു, രമ ചെയ്തു, അങ്ങനെ കുറേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാർട്ടി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകളെ കൊണ്ടാണ് ഞാനിത് ചെയ്യിപ്പിച്ചത്. വേണ്ടിയെന്നില്ല എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ബേബിയേട്ടനോടുള്ള ഇതുകൊണ്ട് റെസ്പെക്ട് കൊണ്ട് വേണ്ടിയെന്നില്ല തോന്നുന്നുണ്ട്. അദ്ദേഹത്തെ പോലത്തെ ഒരു മനുഷ്യനെ നമ്മൾ അങ്ങനെ ആക്കിയല്ലോ, അത് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു. അല്ലാത്ത വിഷമം എനിക്കില്ല. കാരണം വെച്ചാൽ ഇവർ ഹിറ്റാക്കി തന്നല്ലോ. ദാസേട്ടൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നു. ഇതിൻ്റെ പ്രൊമോഷന് വരുമ്പോൾ അതല്ലേ ദാസേട്ടൻ്റെ സൈക്കിളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അത് ഒരു ഹിറ്റാക്കി തന്നല്ലോ, അതുകൊണ്ട് അവരോട് നന്ദിയുണ്ട്. ഒരു വിധത്തിലും ഒരു സൈഡിലേക്ക് ഒരു അലൈൻ ചെയ്യാതെ പോകുന്ന ഈ ഒരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ, അത് മുന്നോട്ട് ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഒരു വിധത്തിലുള്ള പുകഴ്ത്തലിനും വിധേയനാവാത്ത സ്വന്തമായിട്ടൊരു വഴിവെട്ടി തെളിക്കുക. എനിക്ക് ഹരീഷേട്ടനോട് ഏറ്റവും അധികം ബഹുമാനമുള്ളൊരു ഏരിയ. ഇപ്പം ഞാനൊക്കെ നാടകത്തെ പറ്റി ചെറുപ്പത്തിൽ 8-ലോ 9-ലോ പഠിക്കുമ്പോൾ ഇങ്ങനെ അറിയുന്നുണ്ട്. ഇതിന് കോഴിക്കോട് കുറച്ച് ആളുകളുണ്ട്, അവർ പുണ്യകളുടെ റേഡിയോ 100 വേദിയൊക്കെ പിന്നിട്ടിരിക്കുന്നു, ഡൽഹിയിൽ പോയി കളിക്കുന്നു. അവർക്ക് സ്വന്തമായി കാറുണ്ട്, അവരുടെ മക്കൾ പഠിക്കുന്നു, അവരുടെ മക്കൾ സാധാരണ നമ്മൾ കാണുന്ന നാടകക്കാരെ അങ്ങനെയല്ല ജീവിച്ചിരുന്നത്. അവിടെയാണ് സ്ഥിര വരുമാനത്തോടുകൂടി ജീവിക്കുന്ന നാടകക്കാരെ കാണുന്നത്. ഹരീഷേട്ടൻ മാത്രമല്ല, ഹരീഷേട്ടൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിലെ തുടക്കക്കാരൻ ഹരീഷേട്ടനായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ ഓർമ്മകളാണ്. അപ്പോൾ അത് മനസ്സിലെ ഈ ഒരു പ്രതിഷേധ സ്വഭാവം, അല്ലെങ്കിൽ കലാകാരൻ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കൂടിയുള്ളതാണെന്നുള്ള ബോധ്യം അത് തുടർന്നും ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഒരുപാട് ഭാവങ്ങളുണ്ട്. ഒരുപാട് സന്തോഷം. മാർച്ച് 14-ന് ദാസേട്ടൻ്റെ സൈക്കിളിൽ വരിക, കാറ്റുണ്ടോ നോക്കുക, കയറുക, പെഡലിൽ ചെരുപ്പഴിച്ചിട്ട് തൊടുക, ബെല്ലടിക്കുക, കയറി ചവിട്ടുക, തിയേറ്ററിലേക്ക് വരിക. തിയേറ്ററിൽ മാർച്ച് 14-ന് സൈക്കിൾ പാർക്ക് ചെയ്യും. ദാസേട്ടൻ്റെ സൈക്കിൾ ആളുകൾ ഏറ്റെടുക്കട്ടെ, സിനിമ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞ ശ്രീനിവാസൻ ഫ്ലേവർ ആളുകൾക്ക് കിട്ടട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.